ഹായ്. ഒരു ലക്ഷണവും അതുപോലെ തന്നെ ഒരു വേദനയും മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവത്തെ നശിപ്പിക്കുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ. വളരെ സൈലന്റ് ആയിട്ട് നശിപ്പിക്കുന്ന രോഗമാണ് ഫാറ്റി ലിവർ. അതിനെ കുറിച്ച് വളരെ വിശദമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഒരുപാട് ആളുകൾക്ക് സാധാരണയായി കാണുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ. ഇതിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിക്ക ആളുകൾക്കും അറിയില്ല തനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ള കാര്യം. അത്രയും സൈലന്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മിക്ക ആളുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ട് താനും. എന്താണ് ഫാറ്റി ലിവർ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഊർജത്തിന്റെ ഒരു പവർ ഹൗസ് എന്ന് പറയുന്നത് ലിവറാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഊർജ്ജമാക്കി മാറ്റുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ലിവറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ നിയന്ത്രിക്കാനും നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുക, ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളെ ശുദ്ധീകരിക്കാനും ഒക്കെ പറ്റുന്ന, അതെല്ലാം ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ എന്നുള്ളത്. ഈ ലിവറിൽ കൂടുതലായിട്ട് അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും. ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മദ്യപാനം കാരണമായിട്ട് നമ്മുടെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടുകയും അത് കാരണമായിട്ട് ലിവർ അഫക്റ്റ് ആകുന്ന ഒരു അസുഖമാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ളത്. എന്നാൽ ഇത് മദ്യപാനികൾക്ക് മാത്രം വരുന്നതല്ല. ഇത് മദ്യം കഴിക്കാത്ത ആളുകൾക്കും ഇത് വരാനുള്ള സാധ്യത വളരെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് അതിനെ പറയുന്നതാണ് നോൺ ആൽക്കഹോളിക് ലിവർ ഫാറ്റി ഡിസീസ് എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടാക്കൂല. നമുക്ക് ശാരീരികമായിട്ടോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇതിലൊരു ചെറുതായിട്ടൊരു ഫാറ്റി ലിവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ടതൊന്നുമില്ല. പക്ഷെ ഇത് അവഗണിച്ച് നമ്മൾ തീരെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ലിവറിന് അത് ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റായിട്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ലിവറിന് നീർക്കെട്ട്, ലിവറിന് വീക്കം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ലിവറിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. ഇതിന് അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ, അതും നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ അത് ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് പോകും. ആ സമയത്ത് കൂടുതലായിട്ടും ലിവറിനെ ബാധിക്കും, ലിവറിന്റെ ഫംഗ്ഷനെ അത് ബാധിക്കും എന്നുള്ളതാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഈ ലിവർ ഫൈബ്രോസിസ് വരെ ഒരു പരിധി വരെ നമുക്കത് അതിൽ നിന്ന് നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഈ ഫൈബ്രോസിസ് മുതൽ. പക്ഷേ സിറോസിസ് കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നെ നോർമലിലേക്ക് വരാൻ വളരെ ചാൻസ് കുറവാണ്. അത് ഏകദേശം അവസാന സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. ലിവർ സിറോസിസിലേക്ക്, ലിവർ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും, ലിവറിന്റെ ഫംഗ്ഷൻ പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും, ലിവർ ഫെയിലിയർ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ലിവർ സിറോസിസ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ലിവർ ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും, കാര്യമായിട്ട് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് അവഗണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് നേരത്തെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് പ്രധാനമായിട്ടും കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തുടക്കത്തിൽ കാണിക്കണമെന്നില്ല. നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്കാനോ മറ്റോ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് കാണുന്നത്. പല ആളുകളും അങ്ങനെയാണ് ഇത് കണ്ടെത്താറുള്ളത്. ചുരുക്കി പറഞ്ഞതിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല, എങ്കിലും ചില ചെറിയ ലക്ഷണങ്ങൾ ഇതിൻ്റെതാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ക്ഷീണം തോന്നുക, വയറിന്റെ മുകൾ ഭാഗത്ത് വലതു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുക, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, വയറിനൊരു ഭാരം തോന്നുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും, ഇത് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്. ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമുക്കിത് എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ, നമുക്ക് വയർ സ്കാൻ ചെയ്യാം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവറിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. പ്രധാനമായിട്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സംശയമുള്ള ആളുകൾ, ഇത്തരം ചാൻസ് ഉള്ള ആളുകൾ, ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ആർക്കൊക്കെ സംഭവിക്കാമെന്നുള്ളതാണ്. ഇത്തരം ആളുകൾ ഇടയിലൊക്കെ അൾട്രാസൗണ്ട് സ്കാനോ മറ്റോ ചെയ്ത് നോക്കുന്നത്
വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കും. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ഫാറ്റി ലിവർ വരാൻ ചാൻസ് കൂടുതലുള്ള ആളുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് മദ്യപാനികൾക്കാണ്. സ്ഥിരമായി മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊണ്ണത്തടിയോ അമിതഭാരമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളൊരു പ്രമേഹ രോഗിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രീ ഡയബറ്റിക് കണ്ടീഷനിൽ നിൽക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്കും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊളസ്ട്രോളോ മറ്റോ ഉണ്ടെങ്കിൽ, ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്, അല്ലെങ്കിൽ LDL കൂടുതലാണ്, അങ്ങനെ കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിൽ, കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ജങ്ക് ഫുഡ്സുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണോ, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണോ, അങ്ങനെ ഭക്ഷണത്തിൽ യാതൊരു ശ്രദ്ധയില്ലാതെ നടക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ആളുകൾക്കും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ സ്ഥിരമായി വ്യായാമമൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ, കാര്യമായിട്ട് ശരീരത്തിന് വ്യായാമമൊന്നും കിട്ടുന്നില്ലെങ്കിൽ, ഒരു സെഡൻഡറി ആയിട്ട് ഒരു അലസമായി ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കും അത്തരം ആളുകൾക്കും ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഫാറ്റി ലിവർ വരാം. അതുപോലെ തന്നെ തീരെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ആളുകൾക്കും, ചില ആളുകളൊക്കെ ഡയറ്റ് എന്നതിൻ്റെ പേരിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്ന ആളുകളാണ്. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. നീ തീരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും പട്ടിണി കിടക്കുന്ന ആളുകൾക്കും ഈ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ആളുകൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അതിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒട്ടുമിക്ക ആളുകളും ഈ ലിസ്റ്റിലുള്ള ആളുകളായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കണക്ക് പ്രകാരം മുതിർന്ന ആളുകൾ എടുക്കുകയാണെങ്കിൽ, 3 ആളുകൾ എടുക്കുകയാണെങ്കിൽ അത് 2 പേർക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്രത്തോളം വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. പക്ഷേ നമ്മളിത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊന്നും കേട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് എത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ, ഒരു ലിവറിനെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ലിവറിനെ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് ഒരു മരുന്നും ഇല്ലാതെ നമുക്കത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് സ്ഥിരമായി വ്യായാമം ചെയ്യുക, ഭക്ഷണം നിയന്ത്രിക്കുക, കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, കൂടുതൽ പച്ചക്കറികൾ, കൂടുതൽ വിഷാംശങ്ങളില്ലാത്ത ഭക്ഷണങ്ങൾ, കൂടുതൽ എണ്ണകൾ ചേർക്കാത്ത പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മധുരം ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഭാരമുള്ള ആളുകളാണെങ്കിൽ, ശരീരഭാരം കൂടുതലുള്ള ആളുകളാണെങ്കിൽ, പൊണ്ണത്തടിയുള്ള ആളുകളാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 10-15 കിലോ കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, ടെൻഷൻ കുറക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക. ഇത്തരം കാര്യങ്ങൾ, ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയം വീണ്ടും കാണാം.